ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരായ കൈക്കൂലി കേസിൽ മുഖപ്രസംഗവുമായി ദേശാഭിമാനിയും ചന്ദ്രികയും രംഗത്ത് വന്നു. തുറന്നു കാട്ടപ്പെടുന്നത് ഇ.ഡിയുടെ അഴിമതി മുഖമെന്നും ഇ.ഡി പലപ്പോഴും തെളിവില്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നുവെന്നും ദേശാഭിമാനി കുറ്റപ്പെടുത്തി. കൊടകര കള്ളപ്പണ കേസിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസുകളിലും ഇ.ഡിയുടെ നിലപാട് സംശയാസ്പദമെന്നും ചന്ദ്രിക വിമർശിക്കുന്നു. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇന്നത്തെ രണ്ട് പത്രങ്ങളുടെ മുഖപ്രസംഗമാണ് ഞാൻ പറഞ്ഞത്. പറയൂ സലീം. ഗുഡ് മോർണിംഗ്. ദേശാഭിമാനിയും ചന്ദ്രികയും ഇ.ഡി വിഷയത്തിൽ ഇ.ഡി ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലി കേസിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ പത്രം എന്ന നിലയിൽ കൂടി ആ മുഖപ്രസംഗത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ഇ.ഡിക്കെതിരെ ഒരു വലിയ വിമർശനം വളരെ നേരത്തെ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസും ലീഗും CPIM ഒക്കെ നടത്തിയിരുന്നു. ഇ.ഡിയെ രാഷ്ട്രീയ ആയുധമാക്കി BJP ഉപയോഗിക്കുന്നു എന്നുള്ള ആ ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഇ.ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണം. അത് പരമാവധി രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാൻ ഇത്തരം പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ദേശാഭിമാനിയിലെയും ചന്ദ്രികയിലെയും മുഖപ്രസംഗത്തെ കാണേണ്ടത്. വലിയ രാഷ്ട്രീയ വിമർശനമാണ് ദേശാഭിമാനി ഇതുമായി ബന്ധപ്പെട്ട മുഖപ്രസംഗത്തിലൂടെ പറയുന്നത്. ഇ.ഡി തുറന്നു കാട്ടുന്നത് ഇ.ഡിയുടെ അഴിമതി മുഖം എന്നുള്ളതാണ് ദേശാഭിമാനിയുടെ ആ മുഖപ്രസംഗത്തിന്റെ തലവാചകം. ഒപ്പം തന്നെ 2014 ശേഷം, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇ.ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വർദ്ധിച്ചു. അതിൽ പലതും BJPക്കും BJPയുടെ സാമ്പത്തികമായി നിൽക്കുന്ന ഇടനിലക്കാർക്കും വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ കൊള്ളയ്ക്കും സാമ്പത്തിക കൊള്ളയ്ക്കുമായി ഇ.ഡിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതും ദേശാഭിമാനി വിമർശിക്കുന്നു. അതേസമയം BJP നിലവിൽ അതുമായി ബന്ധപ്പെട്ട BJPക്കെതിരായ നേതാക്കൾക്കെതിരെ സ്വീകരിക്കുന്ന കേസ് അത് മറ്റൊരു നിലയിലാണ് ഇ.ഡി സമീപിക്കുന്നത് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ചന്ദ്രിക പറയുന്നത് മറ്റൊരു വിമർശനമാണ്. ചന്ദ്രിക രാഷ്ട്രീയ വിമർശനം പറയുന്നത് വേറൊരു നിലയിലാണത്. CPIMനെതിരായ കേസുകൾ കൂടി അതിലെ ഉൾപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ഡോളർ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ മറ്റൊരു സമീപനമായിരുന്നു ഇ.ഡി സ്വീകരിച്ചത് എന്നുള്ള നിലയിലാണ് ചന്ദ്രികയുടെ മുഖപ്രസംഗം. ഒരേ സമയം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് കോൺഗ്രസ് തന്നെ നേരത്തെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് നിലവിൽ ചന്ദ്രികയുടെ മുഖപ്രസംഗം. SKN സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.